നമുക്കാർക്കും തന്നെ ജീവിതത്തിൽ തോൽക്കാൻ ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. നമ്മുടെ കുഞ്ഞുങ്ങൾ ജയിക്കണമെന്നാണ് ആഗ്രഹം. നമ്മുടെ ഫ്രണ്ട്സ്, ബന്ധുക്കൾ, ഇങ്ങനെ ബന്ധുക്കൾ ചിലപ്പം ചിലർക്ക് താല്പര്യം കാണത്തില്ലായിരിക്കും. പക്ഷെ നമുക്ക് ജയിക്കണമെന്നുള്ളത് എപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൊരാഗ്രഹമാണ്. തോൽക്കുന്നത് നമുക്ക് ഇഷ്ടവുമല്ല. പക്ഷെ തോൽവി എന്നുള്ളത് പലപ്പോഴും നമ്മൾ നല്ലതായിട്ട് ചില കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ, നമ്മളെക്കാളും നമ്മുടെ കഴിവിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ദൈവകൃപ കൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാ ജയങ്ങളും കിട്ടുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ഒരു സിഗ്നേച്ചർ നമ്മുടെ എല്ലാ ജയങ്ങളിലും കാണണം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒത്തിരി താഴെയാണ് ട്രൈ ചെയ്യുന്നതെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ജയിക്കുന്നു, നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ കഴിവുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പഠിത്തം കൊണ്ടാണ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരുടെ അവരുടെ പദവി, ഇതൊക്കെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറ്റുമെങ്കിൽ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരിച്ചായിരിക്കത്തില്ല. കാര്യം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ പവറിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ ഇത് സംഭവിച്ചു, എങ്ങനെ നമ്മുടെ കഴിവിനപ്പുറമായിട്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു സിഗ്നേച്ചർ കാണാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എല്ലാവർക്കും ജയിക്കണമെന്നാണ് ആഗ്രഹം, തോൽക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ തോൽക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് സ്നേഹമുള്ളവരും നമ്മളോട് വന്ന് പറയുന്നത് ഇന്ന കാരണം കൊണ്ടാണ് ഒരു പക്ഷെ തോറ്റെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ദേഷ്യമായിരിക്കും വരുന്നവരോട്. ആ ഒരു സോഴ്സ് തന്നെ നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്യും. ആ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്തെന്ന് വരും. പക്ഷെ നമ്മൾ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണെങ്കിൽ, നമ്മളെ ഉയർത്തുവാനായിട്ടുള്ള ഒരു ഉപദേശമാണെങ്കിൽ എപ്പോഴും നമ്മൾ ആ ഉപദേശത്തിന് നമ്മൾ ചെവി കൊടുക്കണം. നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുക, നമ്മളെ നശിപ്പിക്കാനായിട്ട് എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. എന്ത് കാര്യത്തിനും കുറ്റം കണ്ടുപിടിക്കുക, നല്ലതൊന്നും തന്നെ പറയാതിരിക്കുക, അങ്ങനെയുള്ള ക്രിറ്റിസിസമല്ല. ശരിക്കും നമ്മളോട് സ്നേഹമുള്ളവർ, നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവർ, അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പം അവർ പറയുന്നത് നമ്മൾ ഒന്ന് ചെവി കൊടുക്കണം. ചിലത് അത് തന്നെ ആയിരിക്കും നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടും. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ സ്വന്തം പള്ളിയിൽ വന്നപ്പോൾ, സ്വന്തം നാട്ടിൽ ഒരു പള്ളിയിൽ വന്നപ്പോൾ കർത്താവ് അവിടെ പറഞ്ഞു, അല്ല അവിടെ കർത്താവിന് അധികം അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിനെപ്പറ്റി എന്തുകൊണ്ട് അവർക്ക് കർത്താവിലൂടെയുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് കർത്താവ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ കർത്താവിനെ തൂക്കിയെടുത്ത് വെളി കളയുകയും ചെയ്തു. അപ്പം അത് അവരെ അനുഗ്രഹങ്ങൾ മാത്രമല്ല തടസ്സപ്പെടുത്തിയത്, അത് കറക്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ നന്മയുടെ ഉറവിടം തന്നെ അവരവിടെ കട്ട് ഓഫ് ചെയ്യുക ചെയ്യും. അപ്പം അവിടെ പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നാമാൻ്റെ കാര്യമാണ്, നാമാൻ്റെ കഥയാണ്. അതായത് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പറയായിരിക്കും എന്തുകൊണ്ട് എനിക്കിവിടെ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രവാചകൻ, അതായത് ദൈവം ഒരു ആളിലൂടെ പ്രവർത്തിക്കുന്ന കാര്യത്തിനാണ് പറയുന്നത്. ദൈവം ഒരു മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്നതിനാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അയാൾ സംസാരിക്കുമ്പോൾ അവിടെ ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതുപോലെ പല കാര്യങ്ങളും അവിടെ ഉണ്ടാകും. ദൈവം അയാളിലൂടെ സംസാരിക്കുന്നു, ദൈവം അയാളിലൂടെ പ്രവർത്തിക്കുന്നു, വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് സ്വന്തം നാട്ടിൽ ഹീസ് വിതൗട്ട് ഓണർ, അവനെ ആരും മാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ, മാനിക്കാത്തത് കൊണ്ട് തന്നെ ദൈവത്തിൽ നിന്നുള്ളത് ആ പ്രവാചകനിലൂടെ അവർക്ക് ലഭിക്കാതെ പോകും. ഇതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് അവർക്ക് ലഭിക്കുന്നില്ല, എന്നാൽ ചുറ്റിനുമുള്ള നാടുകളിലെല്ലാം കർത്താവ് വലിയ വലിയ അത്ഭുതങ്ങൾ നടത്തുന്നു. അത് മാത്രമല്ല, കർത്താവ് പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, എലീശയുടെ കാലത്ത് ഇഷ്ടംപോലെ കുഷ്ഠരോഗികൾ ഇസ്രായേലിലുണ്ടായിരുന്നു. ദൈവജനമായിട്ടാണ് ഇസ്രായേലിനെ കണക്കാക്കിയത്. അപ്പം ഇസ്രായേലിലെ ദൈവജനങ്ങൾക്ക് അവിടെ കുഷ്ഠരോഗികളുണ്ടായിട്ട് അവരാരും തന്നെ സുഖപ്പെട്ടില്ല. സിറിയക്കാരനായ നാമാൻ, അതായത് അന്ന് ഇസ്രായേലിന്റെ ശത്രുവാണ് സിറിയ എന്ന് പറയാം. ആ ശത്രു രാജ്യത്തിലെ നാമാൻ, സൈന്യാധിപനായ നാമാൻ മാത്രമേ
കുഷ്ഠത്തിൽ നിന്ന് സുഖപ്പെട്ടുള്ളൂ എലീശ വഴി. എലീശ പ്രവാചകൻ എന്ന് പറയുന്നത് ഇസ്രായേലിലെ പ്രവാചകനാണ്. അപ്പോൾ എലീശ വഴി ഒരു കുഷ്ഠരോഗി സൗഖ്യപ്പെട്ടില്ല, നാമാൻ മാത്രം. അപ്പം ഇത് പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവിൻ്റെ ആ പള്ളിക്കാർക്കെല്ലാം ദേഷ്യം വന്നു. നമുക്ക് ആ ചാപ്റ്ററിലേക്കൊന്ന് പോകാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം. അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ആ ചാപ്റ്റർ നിങ്ങൾ പിന്നെയും ഒന്ന് എടുത്ത് പഠിക്കണം. കാര്യം എന്തുകൊണ്ട് അനുഗ്രഹങ്ങളില്ലാതെ പോകുന്നു? താത്വികമായ അവലോകനമല്ല, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുക. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റും. പിന്നെയും നിങ്ങളത് വായിക്കുക ആ ചാപ്റ്റർ. ഒത്തിരി കാര്യങ്ങൾ. അപ്പം കുറച്ച് മെസ്സേജസ് നോക്കട്ടെ, സമയത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. കൂടുതൽ അറിയുന്നതും ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രായേലിൻ്റെ ശത്രുവാണ് സിറിയൻ. അപ്പം ഇസ്രായേലിൽ നിന്ന് അടിമകളായിട്ട് കുറേ പേര് സിറിയ കൊണ്ടുപോയിട്ടുണ്ട്. സിറിയൻ സൈന്യാധിപനാണ് നാമാൻ. നാമാന് ഇഷ്ടം പോലെ വിജയങ്ങൾ ദൈവം തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത്. കാര്യം അത് ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു ശിക്ഷാവിധിയും കൂടായിരുന്നു. അത് നാമാൻ അറിയുന്നില്ല, നാമാൻ ആ ദൈവത്തെ അറിയുന്ന പോലുമില്ല. പക്ഷെ നാമാൻ അത് കാരണം രാജാവിൻ്റെ മുന്നിലും എല്ലാം വലിയ വിലയേറിയവർ. പക്ഷെ നാമാന് കുഷ്ഠമുണ്ട്. അപ്പം ഈ നാമാൻ ശത്രു രാജ്യത്തു നിന്ന്, അതായത് ഇസ്രായേലിൽ നിന്ന് കുറേ അടിമകളെ കൊണ്ടുവന്ന കൂട്ടത്തിൽ അതിലൊരു പെൺകുട്ടിയെ അടിമയായിട്ട് അല്ലെ വേലക്കാരിയായിട്ട് കൊണ്ടുവന്നത് നാമാൻ്റെ ഭാര്യയുടെ മിനിസ്റ്റർ ചെയ്യാനാണ്, സെർവ് ചെയ്യാനായിട്ട്, അവിടുത്തെ സെർവൻ്റായിട്ടാണ്. അപ്പോൾ ഈ കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിലെ ഈ മെസ്സേജിലെ മെയിൻ ക്യാരക്ടർ ഈ കുട്ടിയാണ്. ഈ കുട്ടിക്ക് ഒരു ശത്രു രാജ്യത്തിലാണ് വന്നത്. പെൺകുട്ടിയാണ്, പ്രായമില്ല, പഠിത്തം കാണത്തില്ല, അവളുടെ ബന്ധുക്കളൊക്കെ ഒരു പക്ഷെ കൊല്ലപ്പെട്ട് കാണും. ഈ ശത്രുവിൻ്റെ വീട്ടിൽ അയാളുടെ ഭാര്യയെ മിനിസ്റ്റർ ചെയ്യാനാണ്, സെർവ് ചെയ്യാനായിട്ടാണ് വന്നേക്കുന്നത്. ഈ കുട്ടിക്ക് നല്ലതായിട്ട് വൈരാഗ്യം തോന്നാവുന്ന ഒരു ക്യാരക്ടറാണ് നാമാൻ. എന്നിട്ട് പോലും ആ കുട്ടി പറഞ്ഞത്, നാമാൻ്റെ ഭാര്യയോട് പറഞ്ഞു, നാമാൻ ഇസ്രായേലിൽ എലീശയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ കുഷ്ഠം മാറുമെന്ന് പറഞ്ഞു. അതായത് ഇത്രയേറെ ഉപദ്രവിക്കുന്ന ഒരാൾ, ഇത്രയേറെ ഉപദ്രവം ഉണ്ടായ ഒരാൾ, അയാളോട് പോലും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടി പറഞ്ഞതിന് പ്രകാരം നാമാൻ പോകുന്നത് ഇഷ്ടം പോലെ സ്വത്തുമായിട്ടാണ്, സമ്പത്തുമായിട്ടാണ്. അതായത് 6000 സ്വർണ്ണ നാണയങ്ങൾ, പിന്നെ 400 കിലോ വെള്ളി, 10 ചേഞ്ച് ഓഫ് ഗാർമെന്റ്സ്, വിലയേറിയ വസ്ത്രങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് ഒരു സൈന്യമായിട്ട് തന്നെയാണ് ആ സൈന്യാധിപൻ പോകുന്നത്. ഓർക്കണം എന്തുമാത്രം വാല്യൂ നാമാൻ ആ സൗഖ്യത്തിന് കൊടുത്തു എന്നുള്ളത്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ദാനങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുന്നുണ്ട്. അതോ മനുഷ്യരിലൂടെ നമുക്ക് കിട്ടുന്ന സഹായങ്ങൾ, മനുഷ്യനെയാണോ നമ്മൾ മാനിക്കുന്നത്, അതോ ദൈവദാസന്മാരെയാണോ മാനിക്കുന്നത്? അവിടെ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് അതൊരു ഡിസൈഡിങ് ഫാക്ടർ. ദൈവം ഒരിക്കലും മനുഷ്യനുമായിട്ട് അല്ലെങ്കിൽ വേറെ ആരുമായിട്ടും ദൈവത്തിൻ്റെ മഹത്വം ഷെയർ ചെയ്യത്തില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മാനം ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. അപ്പം എന്തുമാത്രം വാല്യൂ ഈ നാമാൻ ഒരു വിജാതീയനാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനമൊന്നുമല്ല സിറിയ അന്ന്. അപ്പോൾ അന്ന് നാമാൻ എന്തുമാത്രം വാല്യൂ ഇതിന് കൊടുത്തു. ഇത്രയേറെ സമ്പത്തും കൊണ്ടാണ് ആ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. 2, ഈ സമ്പത്ത് കൊണ്ട് നമുക്ക് കാശുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ മേടിക്കാൻ പറ്റത്തില്ല. കാശ് കൊടുക്കുക അല്ലെ സമ്പത്ത് കൊടുക്കുക എന്നുള്ളത് ഒരു ഭാഗം. പക്ഷെ സമ്പത്ത് കൊടുത്തിട്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മേടിക്കുക എന്നുള്ള മനോഭാവം നമുക്ക് പാടില്ല. എല്ലാം ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ സൗഖ്യവും സമ്പത്തും എല്ലാം ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ സമ്പത്തിൽ നിന്ന് ദൈവത്തെ നമ്മൾ മാനിക്കുക ചെയ്യുന്നത്, കൊടുക്കുന്നത്. അതും ദൈവത്തിൻ്റെ തന്നെയാണ്, എല്ലാം ദൈവത്തിൻ്റെയാണ്.
അപ്പം ദൈവത്തെ മാനിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പഴയ നിയമത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു എന്ത് അനുഗ്രഹങ്ങളുണ്ടല്ലോ ഒരു ദൈവത്തിന് യാഗം കൊടുക്കുക, ദൈവത്തിന് സമ്പത്തിൽ നിന്ന് ദശാംശവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരിക്കലും അതിനൊരു കുറവ് വരുത്തുന്നില്ല. കാര്യം ആദ്യം മുതൽ കെയ്നു ആബേലിൻ്റെയൊക്കെ കാര്യം ഞാൻ വേറൊരു മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം മുതലേ തന്നെ ആ ഒരു ദൈവത്തെ മാനിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സമ്പത്തെല്ലാം തന്നെ ദൈവത്തിൻ്റെയാണ്. അതിൽ നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മാനിക്കരുത്. ദൈവമാണ് എൻ്റെ എല്ലാ നന്മയുടെ ഉറവിടം എന്നുള്ളത് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് പ്രൂവ് ചെയ്യുക, അത് അനുഗ്രഹങ്ങൾ തുറക്കുക ചെയ്യുന്നത്. അല്ലാതെ കാശ് കൊടുത്തിട്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മേടിക്കുന്ന ആ ഒരു മനോഭാവം നമ്മൾ മാറ്റും. നമ്മുടെ ഓക്കെ, കമ്മിങ് ബാക്ക് ടു ആ പെൺകുട്ടിയുടെ കാര്യം. അപ്പം അവൾക്ക് വൈരാഗ്യം തോന്നാവുന്ന ഒരാളോട് അവൾ നന്മയായ ചെയ്തു. 2, അവൾക്ക് റിസോഴ്സസ് ഒന്നുമില്ല. അവൾക്ക് പറയാനായിട്ടാണെങ്കിൽ അവൾക്ക് പഠിത്തമില്ല, സമ്പത്തില്ല, അവൾക്കൊരു ഫ്രീഡം, സ്വാതന്ത്ര്യം പോലുമില്ല. പക്ഷെ അവളവിടെ ക്ഷമിക്കുവാനായിട്ട് അവൾ ചൂസ് ചെയ്തപ്പോൾ അവളെ അവിടെ തീർച്ചയായിട്ടും നാമാൻ സൗഖ്യപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ അവളെ മാനിച്ച് കാണും. അവൾക്ക് സമ്പത്തുണ്ടായി കാണും. അവളുടെ ആ ഇല്ലായ്മയിൽ നിന്ന് അവൾക്ക് ഉയർച്ച ഉണ്ടായി കാണും. എവിടെയാ? ശത്രു രാജ്യത്തിൽ. അതേസമയം രാജാവിൻ്റെ അടുത്ത് പോകുമ്പോൾ, ഇസ്രായേൽ രാജാവിൻ്റെ അടുത്ത് പോകുമ്പോൾ, ഇസ്രായേൽ രാജാവിന് സിറിയ രാജാവിൻ്റെ എഴുത്തുകൊണ്ടാണ് നാമാൻ ചെയ്യുന്നത്. എന്നെ സൗഖ്യപ്പെടുത്തണം, അല്ലെങ്കിൽ നാമാനെ സൗഖ്യപ്പെടുത്തണം എന്ന് പറഞ്ഞൊരു എഴുത്ത് കൊടുത്തുവിട്ടാണ് രാജാവ് വിടുന്നത്. ആ ഇസ്രായേൽ രാജാവ് എഴുത്ത് കണ്ടപ്പോഴത്തേക്ക് നെഞ്ചത്തടിച്ചു, അയ്യോ വലിച്ചു കയറി, തുണിയെല്ലാം വലിച്ചു കയറി കടൽ അയ്യോ ഞാൻ ദൈവമാണോ സുഖപ്പെടുത്താൻ. അതായത് ഇസ്രായേലിൽ രാജാവായിട്ടിരുന്ന ആൾക്ക് സ്വന്തം നാട്ടിൽ ഒരു പ്രവാചകനുണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ ഇത്രയേറെ പ്രശ്നങ്ങൾ പോകുമ്പോൾ, ഇത്രയേറെ പ്രശ്നങ്ങളിൽ അവർ ആയിരിക്കുമ്പോൾ, ഇത്രയും യുദ്ധം നടക്കുമ്പോഴെല്ലാം അത്രയും ഡെസ്പറേറ്റ് ആകുന്നില്ല. ദൈവത്തിൽ നിന്ന് ഇതിനൊരു സൊല്യൂഷനുണ്ട്, ദൈവത്തിൻ്റെ സൊല്യൂഷൻ ആ പ്രവാചകനിലൂടെ ഉണ്ട് എന്നുള്ളത് ആ രാജാവ് വിശ്വസിക്കുന്നില്ല. സ്വന്തം നാട്ടിൽ രാജാവായിട്ടുള്ള ഒരാൾ ശത്രു രാജ്യത്തിൽ ഒരു സ്വാതന്ത്ര്യവും ഇല്ല, ഒരു അടിമയായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് ഇങ്ങനെയുള്ള ബന്ധുബലം ഒന്നുമില്ല, അവൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം, അവളെ ശത്രു രാജ്യത്തിൽ അവളെ വാനിൽ നിന്ന് അവളെ തലയാക്കി കാണും. നിങ്ങളും ആലോചിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. ഒരുപക്ഷെ ആ രാജാവിൻ്റെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളത് ചിലപ്പോൾ മറന്നുപോകും. സ്വന്തം നാട്ടിൽ ആ പ്രവാചകനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ, നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾക്ക് വചനമുണ്ട്. ആ വചനം വിശ്വസിക്കുമ്പോൾ, ആ കുട്ടി അതാ ചെയ്ത്, ആ കുട്ടിയുടെ നാട്ടിൽ പ്രവാചകനില്ല, പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിലെ ദൈവത്തിലുള്ള വിശ്വാസം അവളത് ഏറ്റു പറഞ്ഞപ്പോൾ അവളുടെ കഷ്ടതയിൽ നിന്ന് അവൾക്ക് വിടുതലുണ്ടായി. ഇനി തുടർന്ന് വേറൊരു മെസ്സേജിൽ ബാക്കി കാര്യങ്ങൾ പറയും. താങ്ക് യു.